നമസ്കാരം. M4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പുല്ലഴി ശാന്തി നഗറിൽ 1/2 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. തെരുവ് നായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചേർപ്പിൽ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്കേറ്റു. കയ്പമംഗലം ചളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. പറപ്പൂക്കര സെയിന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിൽ ബൈബിൾ കൺവെൻഷൻ നടത്തുന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ പുല്ലഴി ശാന്തി നഗറിൽ 1/2 കിലോ കഞ്ചാവും 0.095 ഗ്രാം LSD സ്റ്റാമ്പുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. പുല്ലഴി ശാന്തി നഗർ സ്വദേശി 18 വയസ്സുള്ള ആകാശാണ് തൃശൂർ എക്സൈസ് റേഞ്ചിന്റെ പിടിയിലായത്. പുല്ലഴി ശാന്തിനഗർ സ്വദേശി 18 വയസ്സുള്ള ആകാശാണ് തൃശൂർ എക്സൈസ് റേഞ്ചിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയായ ആകാശ് ഒളരി ഫ്ളാറ്റ് ബോംബേറ് കേസിലെ പ്രതി കൂടിയാണെന്ന് എക്സൈസ് അറിയിച്ചു. തെരുവനായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കടലാശ്ശേരി പാറക്കുളം സ്വദേശി കല്ലട വീട്ടിൽ സത്യനാണ് മരിച്ചത്. കഴിഞ്ഞ 5-ന് കടലാശ്ശേരിയിൽ വച്ചായിരുന്നു തെരുവനായ സത്യനെയും മറ്റ് 2 പേരെയും ആക്രമിച്ചത്. സത്യന്റെ കാലിൽ ആഴമുള്ള മുറിവേറ്റിരുന്നു. കടിച്ച നായ അല്പസമയത്തിനകം ചാവുകയും ചെയ്തു. തുടർന്ന് നായയുടെ പോസ്റ്റ്മോർട്ടത്തിൽ പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. സത്യനും കൂടെയുള്ളവരും പ്രതിരോധ കുത്തിവെപ്പും തുടർ ചികിത്സയും തേടിയെങ്കിലും സത്യൻ ചികിത്സയിലിരിക്കെ മരിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കാരം നടത്തി. ഭാര്യ പത്മിനി, മക്കൾ ഹരിത, ഹരീഷ്, ഹിരൺ. ചേർപ്പിൽ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്കേറ്റു. ചേർപ്പ് തൃശൂർ റോഡിൽ HDFC ബാങ്കിന് മുന്നിലായിരുന്നു അപകടം. ചൊവ്വാഴ്ച വൈകിട്ട് 4:30യോടെയാണ് അപകടമുണ്ടായത്. പെരുമ്പിള്ളിശ്ശേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്കൂട്ടർ യാത്രികയാണ് അപകടത്തിൽപ്പെട്ടത്. ചേർപ്പ് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ കാർ യാത്രികർ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം ചളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് പൊടിശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിലായത്. 2 മാസം മുൻപാണ് റോഡ് പൊളിച്ച് പൈപ്പിടൽ ആരംഭിച്ചത്. ചളിങ്ങാട് RCUP സ്കൂൾ മുതൽ കാക്കതിരുത്തി വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞത്. റോഡിന്റെ മധ്യഭാഗം കുഴിച്ചാണ് 700 മില്ലിമീറ്റർ വ്യാസമുള്ള DI പൈപ്പ് സ്ഥാപിച്ചത്. പൈപ്പിട്ട് കുഴി മൂടിയെങ്കിലും റോഡ് പൊളിഞ്ഞതോടെ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടി മൂലം വ്യാപാരികളും വീട്ടുകാരും യാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ്. ഇരുചക്ര യാത്രികർ റോഡിലെ മണ്ണിൽ പുതഞ്ഞു വീണ് പരിക്ക് പറ്റുന്ന അവസ്ഥയുമുണ്ട്. നാട്ടുകാർ 2 നേരം റോഡിൽ വെള്ളം തളിച്ചാണ് പൊടിശല്യത്തിന് ശമനം കാണുന്നത്. ഈ ഭാഗത്ത് കുഴിച്ച മണ്ണ് റോഡിൽ കിടക്കുന്നതും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പറപ്പൂക്കര സെയിന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയുടെ 16ാം ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് പറപ്പൂക്കര ബൈബിൾ കൺവെൻഷൻ നടത്തുന്നു. ഡിസംബർ 18, 19, 20, 21 തീയതികളിലായി നടത്തുന്ന കൺവെൻഷൻ ഫാദർ ജിൻസ് ചീങ്കല്ലേൽ, ഫാദർ നോബിൾ തോട്ടത്തിൽ എന്നിവർ ചേർന്ന് നയിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് വൈകിട്ട് 4:30-ന് രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് അർപ്പിക്കുന്ന ദിവ്യബലിയോടുകൂടി കൺവെൻഷൻ ആരംഭിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ 4:30 മുതൽ രാത്രി 9:30 വരെയാണ് കൺവെൻഷൻ. സമാപന ദിവസമായ 21-ന് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൺവെൻഷന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലേക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയതായും 6000-ഓളം വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു.
വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, സഹവികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി, ജനറൽ കൺവീനർ ഗ്ലെയ്സൺ ആലപ്പാട്ട്, സിജോ പൊന്തോക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 60 രൂപ കൂടി ഗ്രാമിന് 12,330 രൂപ, പവന് 98,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പുല്ലഴി ശാന്തി നഗറിൽ 1/2 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. തെരുവ് നായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചേർപ്പിൽ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്കേറ്റു. കയ്പമംഗലം ചളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. പറപ്പൂക്കര സെയിന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിൽ ബൈബിൾ കൺവെൻഷൻ നടത്തുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.